എന്താണ് ഓപ്പറന്റ് കണ്ടീഷനിങ്? നമ്മുടെ ഒരു പ്രവൃത്തിക്ക് ലഭിക്കുന്ന ഫലം അനുസരിച്ച് ആ പ്രവൃത്തി ഇനി വീണ്ടും ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന രീതിയാണിത്. നന്നായിട്ട് പഠിച്ച മിഠായി തരാമെന്ന് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്. അല്ലെങ്കിൽ ഓഫീസിലെ ജോലി കൃത്യസമയത്ത് തീർത്താൽ അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ബോണസ് കിട്ടുമെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശം വരാറുണ്ട് അല്ലെ? ഇതിന് പിന്നിലെ മനഃശാസ്ത്രമാണ് BF സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനിങ്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് റീഇൻഫോഴ്സ്മെന്റും, രണ്ട് പണിഷ്മെന്റും. നമ്മുടെ നല്ല ഒരു പ്രവൃത്തിക്ക് പാരിതോഷികം കിട്ടുമ്പോൾ നമ്മൾ അത് വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതിനെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വിളിക്കുന്നു. നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾക്കൊക്കെ നോട്ട്ബുക്കിൽ സ്റ്റാർ ഇട്ട് കൊടുക്കാറില്ലേ? അത് തന്നെ കാര്യം. ഇനി ഒരു പ്രവൃത്തി ആവർത്തിക്കരുതെന്ന് കരുതി നൽകുന്നതാണ് പണിഷ്മെന്റ്. ക്ലാസ്സിൽ അനാവശ്യമായിട്ട് സംസാരിക്കുന്ന കുട്ടിക്ക് നൽകുന്ന ഒരു ശാസന, വഴക്കുകളൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി സ്കിന്നറുടെ അഭിപ്രായത്തിൽ പണിഷ്മെന്റിനേക്കാൾ ഫലപ്രദം റീഇൻഫോഴ്സ്മെന്റ് ആണ്. അധ്യാപകരായിട്ടുള്ള നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ ഈ ഒരു വിദ്യ എങ്ങനെ പ്രയോഗിക്കുമെന്നൊന്ന് കമന്റ് ചെയ്യും. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യും.